പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായി ഇരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഹന്നയുടെ പ്രവചനാത്മാവിൽ നിറയപ്പെട്ട പ്രാർത്ഥനയുടെ ശബ്ദമാണ് നമ്മൾ കേട്ട വചനം എന്ന് പറയുന്നത്. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ഹന്നയുടെ ആനന്ദത്തെക്കുറിച്ച് 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് അവളുടെ കർത്താവിന്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ആനന്ദം, രണ്ടാമത് കർത്താവിന്റെ ജ്ഞാനത്തെക്കുറിച്ചുള്ള ആനന്ദം, മൂന്നാമത് അവൻ ജീവിപ്പിക്കുന്ന ശക്തിയാണെന്നുള്ള ജീവിപ്പിക്കുന്ന ആത്മാവെന്നുള്ള സന്തോഷം, അതുപോലെ നമ്മുടെ കർത്താവ് വിശുദ്ധിയിൽ തികഞ്ഞവനാണെന്നുള്ള സന്തോഷം. അടുത്തത് നമ്മൾ വായിക്കുന്ന എന്താ? നമ്മുടെ കർത്താവ് സമൃദ്ധിയും ഐശ്വര്യവും നൽകുന്നവനാണ്. പിന്നെ നമ്മുടെ കർത്താവ് കൊല്ലുകയും ജീവിപ്പിക്കുകയും അല്ലെങ്കിൽ ചെയ്യുന്നവനാണ്. പാതാളത്തിലേക്ക് ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ കർത്താവിന്റെ വ്യത്യസ്തമായ ശ്രേഷ്ഠതകളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. അപ്പം കൊല്ലുവാനും ജീവിപ്പിക്കുവാനും ഒക്കെ അധികാരമുള്ളത് യഹോവയായ ദൈവത്തിന്റെ കർത്താവായ യേശുവിനാണ്. ഇന്ന് ലോകം ചെയ്യുന്നത് പോലെ, ഇന്ന് ലോകം എന്താണ്? എല്ലാ വർഷവും നമ്മുടെ കർത്താവിനെ കൊല്ലുന്നു, അവർ പാതാളത്തിൽ ഇറക്കി വെക്കുന്നു, പിന്നെ അവിടെ നിന്ന് ജീവിപ്പിക്കുന്നു, പിന്നെ അവിടെ ഉദ്ധരിക്കുന്നു, എന്തെല്ലാം ചെയ്ത് കൂട്ടുന്നത്. ഇത് ചെയ്യാൻ അധികാരമുള്ളവനുണ്ടല്ലോ, നമ്മളിത് ചെയ്യണ്ട. ഇത് അറിഞ്ഞിട്ടും ഇത് വീണ്ടും ചെയ്യുക എന്ന് പറയുന്നത് എത്ര പോഷത്തരമാണ്. നമുക്ക് അല്ലെങ്കിൽ ഓരോ വർഷം കർത്താവിനെ കൊല്ലാനും പാതാളത്തിൽ കൊണ്ടുവെക്കാനും അവിടുന്ന് ജീവിപ്പിക്കാൻ ഉദ്ധരിക്കാൻ നമുക്ക് അധികാരമില്ല. കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്യുന്നവനാണ്. മാത്രമല്ല, നമുക്ക് വേണ്ടി കർത്താവ് മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തവനാണ്. നമ്മളത് വിശ്വാസത്താലാണ് കാണേണ്ടത്. ഹല്ലേലൂയ. പക്ഷെ ലോകം തലകീഴായിട്ടായിരുന്നു കൊണ്ടുപോകുന്നത്. നിങ്ങളിപ്പോൾ ഈ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ, നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അത് ഞാൻ ആ ഭാഗത്തോടെ വെച്ച് നിർത്തുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നാം ചിന്തിച്ച വചനം എന്താണ്? യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നു വരുന്നതും ഐശ്വര്യം വരുന്നതും ദൈവത്താലാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നു വരുന്നതിന് കാരണം അവൻ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ, ദൈവവുമായി ബന്ധമില്ലാതെ വരുമ്പോൾ, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നു വരും. ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ട് ലോകപാപ സുഖങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ, ലോകത്തിന്റെ പാപങ്ങളിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ, ഹല്ലേലൂയ, അവർ എന്നും ദരിദ്രരായിത്തീരും. ഇന്ന് പല ആളുകളും ദൈവത്തെ വിശ്വസിച്ച് കർത്താവിന്റെ സന്നിധി വിശുദ്ധിയോടുകൂടി നിന്നിട്ട് പിന്നെ ചില ദുരുപദേശങ്ങൾ കേട്ട് ദൈവത്തിന് അകന്നുപോയി ഇന്ന് ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ ദാരിദ്ര്യത്തിന്റെ നടുവിൽ ചെന്നിട്ട് ഇന്ന് പലരും പിന്മാറ്റക്കാരാ. എന്തുകൊണ്ടാണ്? അവരുടെ ജീവിത സാഹചര്യത്തിൽ ദൈവവുമായുള്ള ബന്ധം മുറിഞ്ഞുപോയി. പ്രേക്ഷകരോ, അശുദ്ധി അവരുടെ ജീവിതത്തിലേക്ക് വന്നു, പാപം അവരുടെ ജീവിതത്തിൽ പ്രവേശിച്ചു, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം ജീവൻ തുടങ്ങി, ദൈവത്തിന് അറപ്പായത് ജീവൻ തുടങ്ങി, മാലിന്യമായ മലിനതകളെ പിടിച്ചിനകത്ത് മനുഷ്യൻ ചെന്ന് കയറി അവനതിന് കൂട്ടാളികളായി മാറി. അങ്ങനെ പാപം ജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ, വിശുദ്ധി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അത് നോട്ടത്തിലും പ്രവൃത്തിയിലും ചിന്തയിലും കൊടുക്കലിലും വാങ്ങലിലും നിരൂപണങ്ങളിലുമെല്ലാം അശുദ്ധി വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ജീവിതം ദാരിദ്ര്യത്തിലേക്ക് മാറി. ഹല്ലേലൂയ. നന്നായി ജീവിച്ചവൻ അവൻ അധ്വാനഫലം മദ്യഷാപ്പിലേക്കും വെറുപ്പത്തിലേക്കും ചൂതാട്ടത്തിലേക്കും ജടികമായ ജീവിതത്തിനും പരസംഗത്തിനും വ്യഭിചാരത്തിനും വേണ്ടി അവന്റെ ജീവിതം, അവന്റെ അധ്വാനം മാറ്റിക്കഴിഞ്ഞപ്പോൾ അവനെന്ത് ചെയ്തു? ദാരിദ്രനായി തീർന്നു. എന്നിട്ട് നമ്മൾ ദൈവത്തെ കുറ്റം പറയരുത്. ദൈവത്തെ കുറ്റം പറയാൻ പാടില്ല. കാരണം നീ ദരിദ്രനായതിന് ഉത്തരവാദി നീ തന്നെയാണ്. പ്രൈസ്. നിനക്ക് ദാരിദ്ര്യം വന്നതിന് ഉത്തരവാദി നീ തന്നെയാണ്. നീ അധ്വാനിച്ചത് കൊണ്ടുവന്ന് ആമൻ മറ്റുള്ളവർക്ക് കൊടുത്തു, നിന്റെ നന്മയ്ക്ക് വേണ്ടി നീ ഉപയോഗിച്ചില്ല, അതുകൊണ്ടാണ്. മാത്രമല്ല, നീ ദൈവത്തോട് പാപം ചെയ്തു. പണ്ട് നിനക്ക് വലിയ വിശ്വാസം ഉണ്ടായത് ദൈവത്തിൽ, യേശുവിൽ. ഇന്ന് വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് നിന്റെ സ്ഥാനം എവിടെയാണ്? നിന്റെ പൊസിഷൻ എവിടെയാണ്? ഹല്ലേലൂയ. പാപികളോട് ചേർന്നുള്ള ജീവിതം തുടങ്ങിയപ്പോൾ, പാപത്തിൽ നീ രസിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ
നിനക്കുണ്ടായിരുന്ന ആത്മീയ ശുശ്രൂഷ പോലും നഷ്ടപ്പെട്ടു പോയി. ചില ശുശ്രൂഷകന്മാരും അങ്ങനെയാണ്. അവർക്കുണ്ടായിരുന്ന ആത്മീയ ശുശ്രൂഷകർ പോലും നഷ്ടപ്പെട്ടു. ചില വിശ്വാസികളും അങ്ങനെയാണ്. അവർ കരഞ്ഞു വിളിച്ചു കിടക്കുക എന്താ? ദാരിദ്ര്യമാണ്. എന്തുകൊണ്ടാണ് ദാരിദ്ര്യം വന്നേ? പാപ ജീവിതത്തിൽ പ്രവേശിച്ചു, വിശുദ്ധി ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. വിശുദ്ധിയെ കുറിച്ച് സംസാരിക്കും, ജീവിതത്തിലില്ല. എല്ലാവരും വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കും, പക്ഷെ ജീവിതത്തില്ല. രണ്ടുപേരും ഒന്നിച്ചു കൂടിക്കഴിഞ്ഞാൽ മൂന്നാമതൊരുവന്റെ കുറ്റം പറഞ്ഞ്, അവന്റെ കുറ്റം കണ്ടുപിടിച്ച് അവനെ കുറിച്ച് ഏഷണി പറഞ്ഞ് അവന്റെ പ്രശ്നങ്ങളെ നാലുപേരുടെ മുമ്പിൽ വലിച്ചു കാണിക്കുന്നതാണ് ഇന്നത്തെ പലരുടെയും ജീവിത സ്വഭാവം എന്ന് പറയുന്നത്. അവർക്കൊന്നും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ കഴിയത്തില്ല, അത് അത്ര വലിയ ഭക്തനായിരുന്നാലും അഭക്തനായിരുന്നാലും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ജീവിത വിശുദ്ധി പ്രായോഗികമായ ജീവിതത്തിൽ നിങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കണം. അത് ലോകത്തെ കാണിക്കുന്നതല്ല, ദൈവമായുള്ള വിശുദ്ധിയായിരിക്കണം. അപ്പൊ യഹോവ ആമേൻ ദാരിദ്ര്യവും ഐശ്വര്യം നൽകും. എന്നാൽ ദൈവസന്നിധി വിശുദ്ധിയോടുകൂടി നിൽക്കുന്നവൻ, ദൈവമായുള്ള കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കുന്നവൻ, ദൈവമായി ബന്ധമുള്ളവൻ, ദൈവത്തെ ആരാധിക്കുന്നവൻ, ദൈവത്തെ സ്തുതിക്കുന്നവൻ, വിശ്വാസമുള്ളവൻ, ഈ ലോകത്തിന്റെ മാലിന്യമായ കാര്യങ്ങളിൽ കൂടാതെ നിൽക്കുന്നവനെ ദൈവം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവനെ, സത്യസന്ധമായി ജീവിക്കുന്നവനെ, നിഷ്കളങ്ക ഹൃദയത്തോടെ ജീവിക്കുന്നവനെ ദൈവം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പൊ അർത്ഥം വരുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം നമ്മെ താഴ്ത്തുമ്പോൾ നാം ആ കരത്തിന് കീഴിലും താഴ്ത്തിരിക്കാൻ തയ്യാറാകണം. എന്നിട്ട് ദൈവം നമ്മെ ഉയർത്തുവാൻ വേണ്ടി നാം തയ്യാറാകണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്തോത്രം, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പ്. ഇന്ന് പത്രോസിൽ ആമേൻ നമ്മൾ വായിക്കുന്നത്, പത്രോസ് 5:6 വായിച്ച് കാണാൻ കഴിയും. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അത് ദൈവം നമ്മെ തക്ക സമയങ്ങളിൽ ഉയർത്തുവാൻ നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരത്തിൽ, നമ്മുടെ സൃഷ്ടമായ ദൈവത്തിന്റെ കരത്തിന് കീഴിൽ ഒന്ന് താണിരുന്ന് കൊടുത്താൽ മതി. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യനെ താഴ്ച ഭവിക്കുവാൻ, താഴ്മയിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി, വലിയ ബുദ്ധിമുട്ടാണ്. അവൻ താഴ്ത്തി കൊടുത്താൽ എന്തൊക്കെയോ സംഭവിച്ച്, എന്തൊക്കെയോ കുറഞ്ഞു പോയി, എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി ഒക്കെ എന്നുള്ള ചിന്തകൾ സാത്താൻ ഹൃദയത്തിൽ കൊടുത്തത് കൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ പോലും മനുഷ്യനെ താഴ്മയില്ലാതായിപ്പോയി. ഹല്ലേലൂയ. അങ്ങനെ താഴ്മയില്ലാതായിപ്പോയത് കൊണ്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ. പലരും ഹല്ലേലൂയ ഇന്ന് ഉയരുവാൻ കഴിയാതെ കിടക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നന്നായി ജീവിച്ചവർ, ഏറ്റവും ശ്രേഷ്ഠമായി ജീവിച്ചവർ, നല്ല ആനന്ദത്തോടെ ജീവിച്ചവർ ഒക്കെ ഇന്ന് വളരെ പട്ടിണിയുടെയും ദുരിതത്തിന്റെയും സങ്കടത്തിന്റെ നടുവിലാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്ന് കടന്നു പോകുമ്പോൾ നിങ്ങൾ ദൈവത്തെ കുറ്റം പറയരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി നിങ്ങൾ ദൈവസന്നിധിക്ക് മടങ്ങി വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നിന്നെ ഒരുക്കി കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് നിന്റെ ജീവിതത്തിൽ വീണ്ടും അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെർഷനും നീക്കിക്കളയണം. നിങ്ങളുടെ ജഡത്തിലെ ആത്മാവിലെ സകല കൺവെർഷനും നീക്കിക്കളഞ്ഞ് ആമേൻ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നിങ്ങൾ ദൈവസ്ഥനിൽ നിൽക്കണം. ഹല്ലേലൂയ. നിങ്ങൾ 2 കൊരിന്ത്യലേഖനം 7-ാം അധ്യായം വായിച്ചെന്ന് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം ജഡത്തിലും ആത്മാവിലും എന്തുണ്ട്? ജഡത്തിലും ആത്മാവിലും സകലവിധ കൺവെർഷങ്ങളും ഭാവങ്ങളും പാപത്തിന്റെ ആസക്തികളും ഒക്കെ ഉണ്ട്. മത്സ്യത്തിന്റെ പുറത്ത് ചെതുമ്പൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ, മത്സ്യന്റെ പുറത്ത് ചെതുമ്പൽ കണ്ടിട്ടില്ലേ? ആ ചെതുമ്പൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ പാപം പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ പാപമാകുന്ന ചെതുമ്പലിനെ നീ ഇളക്കിക്കളഞ്ഞ് നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകല് പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് നാം നിഷ്കളങ്കനായി മാറും. ദൈവഭയത്തിൽ നീ വിശുദ്ധിയെ തികയ്ക്കണം. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച് ദൈവത്തിന് പ്രസാദമുള്ളവനായി നിൽക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്തെ ദാരിദ്ര്യങ്ങളെ നീക്കിയിട്ട് ദൈവം നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് വേണ്ടി മോറിയാ മലയിൽ യാഗം കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിലെ മകനാണ്, ഏക മകനാണ്. ഹല്ലേലൂയ. വളരെ ലാളിച്ച് ഓമനിച്ച് വളർത്തിക്കൊണ്ടുവന്നതാണ്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ദൈവശബ്ദം അബ്രഹാമിന്റെ കാതുകളിൽ, അബ്രഹാമേ, നിന്റെ ഏകജാതനായ മകനെ ഞാൻ പറയുന്നത് പോലെ നീ യാഗം കഴിക്കണം. അബ്രഹാം അത് കേട്ടിട്ട് വിസമ്മതിക്കാതെ, ദൈവത്തിന്റെ വാക്കിന് ചെവി കൊടുത്ത, മറ്റാരോടും അഭിപ്രായം ചോദിക്കാതെ, തന്റെ ബാല്യക്കാരെയും കൂട്ടി കഴുതിയും ആമേൻ തീയും വിറകും ഒക്കെ എടുത്തുകൊണ്ട് അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസഹാക്ക്, അല്ലെങ്കിൽ ബാല്യക്കാരും കഴുതിയെല്ലാം കൂടെ യാത്ര പുറപ്പെട്ടു. അങ്ങനെ അവർ ചെന്ന് മോറിയാമലയിൽ അടുത്തു. കൂടെയുള്ളവരെല്ലാം താഴ്ത്തി അബ്രഹാം ഇസഹാക്കൂടെ മോറിയാമല കയറി. അവിടെ ചെന്ന് യാഗപീഠം ഒരുക്കി ഇസഹാക്കിനെ യാഗപീഠത്തിൽ കിടത്തി അവരെ വെട്ടുവാൻ ആരംഭിക്കുക. സ്വർഗം സംസാരിച്ചു, അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. അബ്രഹാം പുറകോട്ട് തിരിഞ്ഞു നോക്കിയവൻ കൊമ്പ് കുടുക്കിടക്കുന്ന ആട്ടുംകുട്ടിയെ കണ്ടതിനെടുത്ത് യാഗം കഴിച്ച് രണ്ടുപേരോട് ഇറങ്ങി വന്നു. ഉൽപ്പത്തി ദിവസം 22-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവം പറയാണ്, അബ്രഹാമേ, നീ നിന്റെ ഏകജാതനായ മകനെ തരാൻ മടി കാണിക്കായിക്കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അവൻ ദൈവസന്നിധിയിൽ നിന്നവൻ, ദൈവത്തെ അറിഞ്ഞവൻ, ദൈവത്തെ സേവിച്ചവൻ, ദൈവത്തെ വിശ്വസിച്ചവൻ, വിശുദ്ധിയോടുകൂടി നിന്നവൻ, പ്രമാണം അനുസരിച്ചവൻ, പ്രമാണത്തെ അതേപോലെ നിറവേറിയവൻ, ദൈവവാക്ക് നിഷേധിക്കാത്തവൻ, ദൈവവാക്കിന് മുൻ പിറുപിറുക്കാത്തവൻ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസം, അബ്രഹാമിന്റെ വിശുദ്ധി, ഹല്ലേലൂയ, അബ്രഹാമിന്റെ സമർപ്പണം യഹോവയായി ദൈവത്തിന് പ്രസാദമായി. അതുകൊണ്ടാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു. രക്തം ചെയ്യും എന്നെ കേൾക്കുന്ന പരിശീലിക്കുക, നിങ്ങളും അബ്രഹാമിനെ പോലെ വിശ്വസ്തയോടെ നിഷ്കളങ്കതയോടെ നിങ്ങൾ നിന്നാൽ കർത്താവ് നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ വായിച്ച വചനം എന്താണ്? യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ വചനത്തിനൊന്നും ഒരിക്കലും മാറ്റമില്ല. നാം ദൈവത്തിന്റെ വചനം വായിക്കുക, ഈ ലോകത്തിൽ ജീവിക്കുവാൻ പണം ആവശ്യമാണ്. ഈ ലോകത്ത് ജീവിക്കുവാൻ പണം ആവശ്യമാണ്. സമ്പത്തില്ലാത്തവർക്ക് ഈ ലോകം തന്നെ ശാശ്വതമല്ല. സമ്പത്തില്ലാത്തവർക്ക് ഈ ലോകം തന്നെ ഇല്ല. ഇവിടെ ജീവിക്കാൻ അനവധി പണം വേണം. കാരണം ഇവിടെ ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും കോടിക്കണക്കിന് രൂപയിട്ട് ദുർച്ചെലവ് പാഴ്ചെലവ് നടത്തുന്നവരാണ്. അവരോടൊപ്പം നമ്മളോട് ജീവിക്കണമെങ്കിൽ നമുക്ക് സമ്പത്ത് ആവശ്യമാണ്. സമ്പത്തില്ലെങ്കിൽ ഈ ലോകം നമ്മെ അംഗീകരിക്കത്തില്ല. ഹല്ലേലൂയ എന്നൊരു കവി പാടിയിട്ടുണ്ട്. അതുപോലെ ഒരു കവി പറഞ്ഞു, ഈ ലോകത്തിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണമെങ്കിലും പണം ആവശ്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഈ ലോകത്തിൽ കർത്താവിന്റെ വേല ചെയ്യണമെങ്കിലും പണം ആവശ്യമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മനസ്സിലാക്കിയത് എന്തിനും പണം ആവശ്യമാണ്. പക്ഷേ നിങ്ങളുടെ കരങ്ങളിൽ അത് എടുക്കാനില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച മഹാസമ്പന്നായ ദൈവം നമുക്കുള്ളത് കൊണ്ട് സമയാസമയങ്ങളിൽ നിനക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും നമ്മൾ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ലോകം പോകുന്നത് പോലെ, ലോകക്കാർ പോകുന്നത് പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കുവാനല്ല നിന്റെ ജീവിതത്തെ ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. നിന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ലോകക്കാര് ചെയ്യുന്നത് പോലെ ചെയ്യുവാനും പറയുവാനും അല്ല ദൈവം നിന്നെ ആക്കിയത്. നീ ദൈവ ഇഷ്ടം ചെയ്യണമെന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവ ഇഷ്ടം ചെയ്ത് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി ദൈവം നിങ്ങളെ നടത്തുന്ന പാതയിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ ഈ ലോകത്തിൽ നിങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും നടത്തിത്തരുവാൻ, നിറവേറ്റിത്തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങൾക്കും പണം ആവശ്യമാണ്. എല്ലാ കാര്യങ്ങൾക്കും പണം ആവശ്യം. പക്ഷേ നമ്മുടെ കർത്താവ് തരും. നമ്മുടെ ദൈവം മഹാസമ്പന്നനും കരുണയുള്ളവനുമാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ സ്തോത്രം സമ്പന്നനാണ്. വെള്ളി അവനുള്ളത്, സ്വർണം അവനുള്ളത്. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഈ ലോകത്തിലെ വെള്ളിയും പൊന്നും എല്ലാം നമ്മുടെ കർത്താവിൻ്റെതാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് സ്വന്തമെന്ന് പറയുവാൻ ഒന്നുമില്ല. നിങ്ങൾ സ്വന്തമെന്ന് പറയുവാൻ നിങ്ങൾ സ്വന്തമാക്കി വെച്ചതുപോലും നിങ്ങളെയല്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം പോലും നിങ്ങളുടെ സ്വന്തമെന്ന് പറയാൻ നിൽക്കില്ല. നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി പോലും നിങ്ങളെയല്ല. അതെല്ലാം നിങ്ങൾ വിട്ടുപോകുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ദൈവ സമ്പന്നനാണ്. നീ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നവളാണെങ്കിൽ മഹാസമ്പന്നായ ദൈവം നിന്റെ സകല വിധത്തിലും ഐശ്വര്യമായി അനുഗ്രഹിക്കും. രക്തം ചെയ്യും. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ യേശു വിശ്വസ്തനാ. രക്തം ചെയ്യും.
നീ സമ്പന്നനാകാൻ വേണ്ടി നീ പിടിച്ചു പറിക്കാൻ പോകണ്ട, മോഷ്ടിക്കാൻ പോകണ്ട, കൊള്ളയടിക്കാൻ പോകണ്ട, മാല പൊട്ടിക്കാൻ പോകണ്ട. ഹല്ലേലൂയ. ബാങ്ക് കൊള്ളയടിക്കാൻ പോകണ്ട, കട കുത്തി തുറക്കാൻ പോകണ്ട, വഴിയിൽ നിന്ന് ആരെയും പിടിച്ചു പറിക്കണ്ട, പണത്തിന് വേണ്ടി ആരെയും കൊല്ലണ്ട, സമ്പന്നനാകാൻ വേണ്ടി. പക്ഷെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്ത് നടക്കുന്ന അങ്ങനെ. പക്ഷെ നീ സമ്പന്നനാകണമെങ്കിൽ ദൈവത്തിന് വിശുദ്ധിയോടെ വിശ്വാസത്തോടെ നിന്ന് കഴിഞ്ഞാൽ കർത്താവ് നിന്നെ എല്ലാ നിലയിലും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. അപ്പം ദൈവം നമ്മെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹത്തിന് കണ്ണുനീരില്ല, അത് സന്തോഷത്താൽ നിറയപ്പെട്ടതായിരിക്കും. എന്നാൽ ലോകപ്രകാരം മറ്റുള്ളവരെ പിടിച്ചു പറിച്ചും അപഹരിച്ചെടുത്തും കൈക്കൂലി വാങ്ങിയും ബ്ലേഡിലൂടെ പിടിച്ചു വാങ്ങുന്നതും കൊള്ളപ്പലിശ കൊടുത്ത് വാങ്ങുന്നതും കൊള്ളപ്പലിശ മേടിച്ചെടുക്കുന്നതെല്ലാം അല്ലെങ്കിൽ അത് കണ്ണുനീരിന്റെ പണമാണ്. അതിലൂടെ നിങ്ങൾ എത്ര വലിയ സമ്പന്നനായിരുന്നാലും എത്ര വലിയ ഉന്നതനായിരുന്നാലും ആ പണം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന കുറെ മാരകമായ രോഗങ്ങളായിരിക്കും. നിങ്ങൾ നോക്കിയാട്ട് പിടിച്ചുപറിക്കാർക്കും മോഷണക്കാർക്കും കൊള്ളക്കാർക്കും അതുപോലെ തന്നെ അല്ലെങ്കിൽ കൊള്ളപ്പലിശക്കാർക്കും ഒന്നും സമാധാനമില്ല, സന്തോഷമില്ല, ദേഹത്തിലൊട്ട് സൗഖ്യമില്ല. ലേലിയ എന്തുകൊണ്ടാണ്? അതെല്ലാം വഴിതെറ്റി ഉണ്ടാക്കിയെടുക്കുന്ന പൈസകൾ. എന്നാൽ കർത്താവ് നമ്മെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അത് സന്തോഷത്തിൻ്റെതായിരിക്കും. നീ മഹാഭാഗ്യവാനായിരിക്കും. ഹല്ലേലൂയ. നീ സമാധാനമുള്ളവളായിരിക്കും. അതുകൊണ്ട് കർത്താവ് നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ആദ്യം ഹല്ലേലൂയ കർത്താവിന്റെ രാജ്യനീതി അന്വേഷിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ആദ്യം കർത്താവിന്റെ രാജ്യനീതി അന്വേഷിക്കണം. അതുകൊണ്ടാണ് യേശു തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ഗിരിപ്രഭാഷണത്തിലൂടെ നമ്മോട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം വായിക്കുമ്പോൾ 6-ാം അധ്യായം 33-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതൊക്കെയും കിട്ടും. ഹല്ലേലൂയ. അപ്പം മുമ്പേ കർത്താവിന്റെ രാജ്യനീതി അന്വേഷിക്കണം. മുമ്പേ ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കണം. ജീവിത വിശുദ്ധിയിൽ നിറയണം. ദൈവമായിട്ട് കൂട്ടായ്മ നഷ്ടപ്പെടുത്താതെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കണം. അങ്ങനെ ചെയ്യുന്നവനെ ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് യേശു തന്നെ പറഞ്ഞത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ആദ്യം നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിന് സ്ഥാനം കൊടുക്കണം. ഹല്ലേലൂയ. ദൈവികമായ കാര്യങ്ങൾക്ക് നീ സ്ഥാനം കൊടുക്കണം. കൂട്ടായ്മയിൽ നിന്ന് ഒരിക്കലും പിന്മാറി പോകാതെ കൂട്ടായ്മയായിട്ട് ചേർന്ന് നിൽക്കണം. പ്രാർത്ഥന ജീവിതത്തിൽ നീ കുറഞ്ഞു പോകരുത്. ലോകക്കാരോട് കൂട്ടുകൂടി അവരുടെ തോളിൽ കൈയിട്ട് നടക്കരുത്. ലോകക്കാരോട് കൂട്ടം കൂടി പൊട്ടച്ചൊല്ലും കളിവാക്കും ചക്കരവാക്കും മുഖസ്തുതിയൊക്കെ പറഞ്ഞ് നീ അവിടെ എവിടെ ലോത്ത് സോദം പട്ടണവാതിക്കൽ പോയി ഇരുന്നത് പോലെ നീ പോയി ഇരിക്കരുത്. ഹല്ലേലൂയ. നിനക്ക് കിട്ടിയ സമയം ഹല്ലേലൂയ നഷ്ടപ്പെടുത്താതെ രക്തം ചെയ്യും. ഭവനത്തിനകത്ത് വന്നിരുന്ന് ദൈവവചനം വായിച്ച് ദൈവത്തെ ധ്യാനിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാലുകൾ മടക്കുമ്പോൾ, ദൈവസന്നിധി ഹൃദയം നിറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ, ഹൃദയശുദ്ധി നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷൻ നീക്കി ദൈവത്തെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ ഐശ്വര്യ സമ്പത്ത് നിന്റെ വീട്ടിൽ വർദ്ധിക്കുവാൻ തുടങ്ങും. ഐശ്വര്യ സമ്പത്തും നിങ്ങളുടെ വീട്ടിൽ വർദ്ധിക്കുവാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ ദൈവസേന അങ്ങനെ ഐശ്വര്യ സമ്പത്തും വർദ്ധിക്കാൻ വേണ്ടി വിശുദ്ധിയിൽ ജീവിക്കണം, രക്തം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തിന്റെ വചനമായി മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നു, ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആയാണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ഹല്ലേലൂയ. ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എന്താണ്? ഇസഹാക്ക് ദേശത്തിൽ വിതച്ചു, കർത്താവ് അവനോട് കൂടെയിരുന്നു, അനുഗ്രഹിച്ചതിനാൽ ഇസഹാക്കിന് 100 മേനി വിളവ് കിട്ടി. അത് കർത്താവ് നിന്നോട് കൂടെ ഇരുന്നാൽ നീ ചെയ്യുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇസഹാക്കിനോട് കൂടെ യേശു ഇരുന്നു, ഹോബയായി ദൈവം ഇരുന്നു. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ വിതയിൽ ഇസഹാക്കിനോട് കൂടെ ദൈവം. അത് നീ ഒരു കൃഷിക്കാരനാണെങ്കിൽ നിന്റെ വിതയോട് നിന്റെ കൃഷിയോട് കൂടി ദൈവം ഉണ്ടായിരിക്കണം. നീ ഒരു ക്ഷീര കർഷകനാണെങ്കിൽ നിന്റെ ക്ഷീര ആ വ്യവസായത്തോടനുബന്ധമായി കന്നുവളത്തിനോടൊപ്പം നിന്നോട് കൂടി ദൈവം ഉണ്ടായിരിക്കണം. ഈ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ
നിന്നോടൊപ്പം യേശു ഉണ്ടായിരിക്കണം. നീ ഒരു ജോലിക്കാരനാണെങ്കിൽ നിന്നോടൊപ്പം യേശു ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അവിടെയെല്ലാം യേശുവിനെ മുൻനിർത്തി ചെയ്യണം. ഇസഹാക്കിനോട് കൂടെ യഹോവയായ ദൈവം ഇരുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്താലും അവിടെയെല്ലാം യേശു കർത്താവിനെ നിങ്ങൾ മുൻനിർത്തി യേശു ക്രിസ്തുവിനോട് കൂടെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ അതിനെല്ലാം 100 മേനി വിളവാ ദൈവം തരുന്നത്. 100 മേനി വിളവ് കൊടുത്തു. യഹോവ അവനെ വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ ധനവാനാക്കി മാറ്റിയെന്നാണ്. പ്രൈസലോ. അങ്ങനെ ഇസഹാക്കിനെ മഹാധനവാനാക്കി മാറ്റിയ ദൈവം ഇന്നും പറയുന്നത്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെ മഹാധനവാനാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. പക്ഷെ നീ ജീവിത വിശുദ്ധിയിലേക്ക് വരണം. പ്രൈസലോ. നമുക്കറിയാം, അനവധി അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ നമ്മുടെ കേരളത്തിൽ ഭാരതത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങോട്ട് പോയി ഇവിടെ വന്നു കഴിഞ്ഞാൽ അനുഗ്രഹമുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് പണമുണ്ടാക്കുന്ന അനവധി ഭക്തന്മാരും കപട ശുശ്രൂഷകന്മാരും നമ്മുടെ ഇടയിലുണ്ട്. അല്ലേ? അവര് പറയുന്നത് ശരിയാ, നിങ്ങളെല്ലാം ഈ വന്നാൽ മതി, അനുഗ്രഹം എനിക്കുണ്ടാവും. കാരണം നിങ്ങളെ വിളിച്ചു കൂട്ടുന്നവൻ അനുഗ്രഹിക്കപ്പെട്ട് അവരിൽ നിന്ന് വലിയ കോടാനുകോടിയുടെ അധിപന്മാരായി മാറി. അനുഗ്രഹം പ്രാപിക്കാൻ ചെയ്യുന്നവരെല്ലാം കണ്ണുനീരോടുകൂടി ഭവനത്തിലേക്ക് എത്തി. അവർ വീണ്ടും അടുത്ത അനുഗ്രഹങ്ങൾക്ക് അങ്ങോട്ട് പോകുകയാണ്. അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിലെ അനുഗ്രഹത്തെ മാത്രം പ്രസംഗിക്കുന്ന കപട വിശ്വാസത്തിന്റെ അടിസ്ഥാനം, കപട വിശ്വാസത്തിന്റെ ഉപദേശത്തിലേക്ക് നിങ്ങൾ വീണു പോകരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നീ വിശുദ്ധിയോടെ ദൈവത്തിൽ നിൽക്കണം. വിശുദ്ധിയോടും ദൈവ വ്യവസ്ഥയോടും പ്രമാണത്തെ അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തിനകത്ത് സമാധാനമുണ്ട്, അത് നിലനിൽക്കുന്നതാണ്. ലോകം നിന്നെ അനുഗ്രഹിക്കാന്ന് പറയുമ്പോഴത്തേന് അത് കേട്ടോടരുത് കേട്ടോ. അല്ലേ? ചില സ്ഥലങ്ങളൊക്കെ അനുഗ്രഹം ചാക്കിനകത്ത് കെട്ടിവെച്ചിരിക്കുക. ചില സ്ഥലത്തൊക്കെ അനുഗ്രഹം വലിയ ചാക്ക് കെട്ടുകളാക്കി വെച്ചിരിക്കുക. വന്നു പൊക്കോ, ഓരോ ചാക്ക് എടുത്തോണ്ട് പൊക്കോളാനാണ് പറയുന്നത്. അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് വെക്കട്ടെങ്കിൽ വന്നാൽ നിങ്ങൾ പോരുമ്പോൾ തന്നെ നിങ്ങൾ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ മറക്കാതെ അതെഴുതി പോക്കറ്റില് പേപ്പറിലോ പേഴ്സിലോ ഒക്കെ വെച്ചുകൊണ്ട് വരണം. അല്ലേ? അതിവിടെ ഒന്ന് വെച്ചുകൊണ്ട് നിന്നാൽ മതി, എന്നെ നോക്കി നിന്നാൽ മതി, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, എപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ദുരുപദേശന്മാർ, ദുരുപദേശ സംഘടനകൾ വർദ്ധിക്കുന്നു. ജീവിത വിശുദ്ധി ഇല്ലാതെ അശുദ്ധിയിൽ നിറഞ്ഞു നിന്ന് സാത്താന്റെ ഇഷ്ടം ചെയ്യുന്ന അനവധി ആളുകൾ നമ്മുടെ ഭൂമിയിൽ പെരുകുന്നു. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നീ അശുദ്ധിയിലേക്ക് വീണു പോകരുത്. കർത്താവ് ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ദാരിദ്ര്യം നിന്റെ ജീവിതത്തിൽ നീക്കി നിന്നെ ഐശ്വര്യമായിട്ട് ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. പ്രമാണത്തിൽ നിൽക്കണം. അല്ലേറി? പ്രമാണത്തിൽ നിൽക്കുമ്പോഴാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. പ്രമാണമില്ലാത്ത നിനക്ക് എന്തോ അനുഗ്രഹം കിട്ടാനാ? വിശുദ്ധി ഇല്ലാത്ത നിനക്ക് എന്തോ അനുഗ്രഹം കിട്ടാനാ? ദൈവമായി ബന്ധമില്ല, കൂട്ടായ്മയില്ലാത്ത നീ എങ്ങനെ അനുഗ്രഹിക്കപ്പെടാനാ? ലോകക്കാര് പോകുന്നത് പോലെ നിനക്ക് പോകാൻ കഴിയും, പക്ഷെ അതെല്ലാം താൽക്കാലികമായിരിക്കും. പ്രൈസ് ലോർഡ്. ഇവിടെ ഇസഹാക്ക് എന്ത് ചെയ്തു? വിതച്ചതു. അവന് 100 മേനി വിളവ് കിട്ടി. ദൈവനെ വർദ്ധിപ്പിച്ച് മഹാധനവാനായി മാറി. അല്ലേലിയ. വീണ്ടും ദൈവത്തിന് വചനം വായും കാണുന്നുണ്ട്. അല്ലേലിയ. കർത്താവ് നിങ്ങളെ അളവില്ലാതെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. കർത്താവ് നിങ്ങളെ അളവില്ലാതെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഒരു അനുഗ്രഹമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അളവ് കൂടാതെ ദൈവത്തെ സ്തുതിക്കുവാനും കഴിയണം. പ്രൈസ് ലോർഡ്. അപ്പൊ അളവ് കൂടാതെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിങ്ങളെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശുദ്ധിയിലേക്ക് വരണം. അല്ലേ? ഈ ലോകത്തിന് അനുരൂപരായി മാറാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി, വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കി, വിശുദ്ധന്മാരോട് കൂടെ പോയിരുന്ന ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയും വചനം മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്ന അല്ലേലി നിങ്ങൾ ദൈവസന്നിൽ നിൽക്കുമ്പോൾ, നേരോടെ നിൽക്കുമ്പോൾ അല്ലേലി രക്തം ചെയ്യും. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. അല്ലേലി. അങ്ങനത്തെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ശാശ്വതമായുള്ളത്. പക്ഷെ മനുഷ്യൻ ദൈവസന്നിൽ നിന്ന് വിശുദ്ധിയോടെ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അതിന് ഒരുപാട് കടമ്പകളൊക്കെയുണ്ട്, ചില വ്യവസ്ഥകളൊക്കെയുണ്ട്, അതനുസരിക്കണം. എന്നാൽ
ഇന്നങ്ങോട്ട് ചെന്നാലുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അങ്ങോട്ട് കൊടുക്കുക. അവിടെ വിശുദ്ധിയൊന്നും വേണ്ട. അനുഗ്രഹം പ്രസംഗിക്കുന്നിടത്ത്, അനുഗ്രഹം മാത്രം വാഗ്ദത്തം ചെയ്യുന്നിടത്ത്, ഇനി വന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നിടത്ത് വിശുദ്ധിയില്ല, അവിടെ വേർപാടില്ല, ഉപദേശമില്ല. അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ ജീവിതത്തിൽ ഐശ്വര്യമായി കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് 112 സങ്കീർത്തനം അതിന്റെ 9 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. എങ്ങനെ നമ്മുടെ ദൈവം കൊടുക്കുന്നത്? വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പരിസ്ഥിതി അവിടെ പറയുന്നു, ഒടുവിൽ അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ഉയർച്ചയെയും വിജയത്തെയുമാണത് കാണിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ധാരാളമായി ചിലവഴിക്കുന്ന ഭക്തൻ ഏറ്റവും ഉന്നതനായി അവൻ ബഹുമാനിക്കപ്പെടും. ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നവൻ, ദൈവത്തിന് വേണ്ടി മാറിയിരിക്കുന്നവൻ, ഉപവസിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ, ദൈവികമായ കാര്യങ്ങളിൽ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നവൻ, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവൻ, ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ വീഴാത്തവനെ ദൈവം ഉയർത്തുകയും ചെയ്യും. അവനെ ദൈവം ബഹുമാനിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പം ദുഷ്ടന്മാരായ ജാതികളെ നിത്യാഗ്നിയിലേക്ക് തള്ളിയിടുമ്പോൾ, ദുഷ്ടന്മാരായിരിക്കുന്ന ജനത്തെ നിത്യാഗ്നിയിലേക്ക് തള്ളിയിടുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവർ പല്ലുകടിച്ച് അവർ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ദരിദ്രരായി ജീവിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് വിശുദ്ധിയിലും പ്രമാണത്തിലും ജീവിച്ചവനെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിച്ച് ആ അനുഗ്രഹത്തോടുകൂടി അവൻ ഈ ഭൂമി ജീവിച്ച് നിത്യതയിൽ ആ നിത്യാനന്ദം അനുഭവിക്കുന്നവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിത്യതയിൽ നിത്യാനന്ദം അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതം വിശുദ്ധി ആവശ്യമാണ്. അല്ലേ? അതുകൊണ്ട് ആ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കുമെന്ന് 112 സങ്കീർത്തനം 9 വാക്യം വായിച്ചത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എത്ര കാലമായി ഒരു ഉയർച്ച നീ ആഗ്രഹിക്കുന്നു, എത്ര കാലമായി ഒരു നന്മ നീ ആഗ്രഹിക്കുന്നു. നിന്റെ കഷ്ടതയൊന്ന് മാറുവാൻ, നിന്റെ സങ്കടമൊന്ന് മാറുവാൻ, നിന്റെ ദുഃഖമൊന്ന് മാറുവാൻ, നിന്റെ ഭാരങ്ങളൊന്ന് മാറുവാൻ വേണ്ടി എത്ര കാലങ്ങളായി നീ പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറ്റാമെങ്കിൽ, അല്ലേ, നിന്റെ പ്രാർത്ഥനയുടെ പ്രമാണം ഒന്ന് മാറ്റാമെങ്കിൽ, ആ വ്യവസ്ഥയൊന്ന് മാറ്റി ദൈവത്തിന് വിശുദ്ധിയോടുകൂടി വരുന്നെങ്കിൽ, വിശുദ്ധിയും വേർപാടും പാലിച്ചുകൊണ്ട് ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷൻ നീക്കി മറ്റുള്ളവരുടെ എല്ലാ ഈർഷ്യയും പകയും വിദ്വേഷം മാറ്റി നിന്റെ ഹൃദയത്തിനകത്ത് നിന്റെ ആത്മാവിന്റെ ഫലങ്ങളെ മാത്രം നിറച്ചുകൊണ്ട് നീ ദൈവത്തിൽ വന്ന് ഏകാഗ്ര ഹൃദയത്തോടെ മുട്ടുമുടക്കി പ്രാർത്ഥിക്കുമ്പോൾ രക്തജയം ദൈവം നിന്റെ ജീവിതത്തിൽ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിക്കുന്നവന്റെ ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവന്റെ ജഡത്തിന്റെ ആത്മാവിനെ മുഴുവൻ നീക്കിക്കളയണം. അല്ല, ജഡത്തിന്റെ പ്രവൃത്തികളെ, ജഡത്തിന്റെ ചിന്തകളെ, ജഡത്തിന്റെ സകല ദുഷ്പ്രവൃത്തികളെ നിങ്ങൾ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ ആത്മാവിൽ നിറയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ ആത്മാവിന്റെ ഫലം നിങ്ങളിലേക്ക് ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ ഫലം നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ജീവിത വിശുദ്ധിയുള്ളവനായി മാറും. ആ ജീവിത വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ മുങ്ങി മുട്ടുമടക്കുമ്പോൾ, മുഴങ്കാല് മടക്കുമ്പോൾ അത് കാണുന്ന ദൈവം നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുന്നത്. അപ്പൊ ആത്മാവിന്റെ ഫലം ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 5:22 വായിക്കുന്നത്. ഗലാത്യലേഖനം 5:18 തൊട്ട് നിങ്ങൾ വായിക്കണം. ജഡത്തിന്റെ പ്രവർത്തികളെ നീക്കിയിട്ട് ആത്മാവിന്റെ ഫലത്തിൽ നിറയണം. ഗലാത്യലേഖനം 5:24 വരുമ്പോൾ കാണുന്നുണ്ട്, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. സോദരം, അത് നിന്റെ ജഡത്തിൽ അനവധി രാഗമോഹങ്ങളുണ്ട്. നിന്റെ ജഡത്തിൽ ഒരുപാട് പാപസുഖങ്ങളുണ്ട്. അത് നിന്റെ നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും നിന്റെ കേൾവി കൊണ്ടും നിന്റെ പ്രവൃത്തി കൊണ്ട് നീ കടന്നു പോകുന്ന എല്ലാ മേഖലയിലും നിന്നെ നശിപ്പിക്കുന്ന നിന്റെ ജഡത്തിലെ രാഗമോഹങ്ങളെ മുഴുവൻ നീ ക്രൂശിച്ചിട്ട് അല്ലേ നിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയണം.
നിന്നിൽ ആത്മാവും ദൈവത്തിന്റെ ആത്മാവിനെ നിറയപ്പെട്ട് ആത്മഫലങ്ങൾ കൊണ്ട് നിറയപ്പെട്ട് കഴിയുമ്പോൾ അല്ലേ ദൈവത്തിന് പ്രസാദമായി മാറും. ജഡത്തിന്റെ പ്രവൃത്തികളെ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടത്തില്ല. രക്തം ചെയ്യും. പ്രൈസറോ, ആത്മാവിന്റെ ഫലമുള്ളവളായി നീ പ്രാർത്ഥിക്കുമ്പോൾ അവിടെയാണ് നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. അല്ലേലിയ. അശുദ്ധി ഉള്ളിടത്ത് ദൈവം വസിക്കത്തില്ല. അല്ലേലിയ. അശുദ്ധിയുള്ള ഹൃദയത്തിലും അശുദ്ധിയുള്ള ഭവനത്തിലും യേശു വസിക്കത്തില്ല. നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. അല്ലേലിയ. നമുക്കറിയാം, അനവധി കുടുംബങ്ങൾ അശുദ്ധിയിൽ നിറയപ്പെട്ട്, പാപത്തിൽ നിറയപ്പെട്ട്, മദ്യം കൊണ്ട് നിറയപ്പെട്ട്, ജഡികത കൊണ്ട് നിറയപ്പെട്ട്, മയക്കുമരുന്ന് കൊണ്ട് നിറയപ്പെട്ട്, ഇവിടുത്തെ സകല പാൻമസാലകളും പുകയില ഉൽപ്പന്നങ്ങളും വലിക്കുന്ന സാധനങ്ങളെല്ലാം ഭവനത്തിനകത്ത് കൊണ്ടുവച്ച് അല്ലെങ്കിൽ സൂക്ഷിച്ചിട്ട് അത് ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അശുദ്ധമായ കുടുംബങ്ങളിലൊന്നും പ്രാർത്ഥനയുടെ ഫലം പുറപ്പെടത്തില്ല. പ്രൈസലോ. ഇതൊക്കെ പറയാൻ കാരണം ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചവനായിരുന്നു ഞാൻ. അല്ല, നിങ്ങൾ ഓർക്കും ഇതൊക്കെ നിങ്ങൾ കാര്യങ്ങൾ അല്ല. ഞാനിങ്ങനെ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ വെറുതെ ഈ ലോകപാപ സുഖങ്ങളൊക്കെ ചെയ്ത് വെറും അശുദ്ധനായി ജീവിച്ച് അന്നൊക്കെ വളരെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഒന്നിനും മറുപടി ലഭിച്ചിരുന്നില്ല. കാരണം അശുദ്ധിയുള്ളിടത്ത്, അശുദ്ധിയുള്ള ജഡത്തിൽ, അശുദ്ധിയുള്ള ഭവനത്തിൽ ദൈവം വസിക്കത്തില്ല. അല്ലേലിയ. ദൈവം വസിക്കുന്ന വിശുദ്ധന്മാരോടൊപ്പമാണ്. വിശുദ്ധന്മാരോടൊപ്പം വിശുദ്ധി ഉള്ളിടത്താണ് പരിശുദ്ധനായി ദൈവം വസിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ജഡം നീ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. നിന്റെ ജഡം നീ ആ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ച് നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അല്ലേ. അപ്പോൾ ആമേ പരിശുദ്ധനായ ദൈവം നിന്നോട് കൂടെ വസിച്ച് നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് 112 സങ്കീർത്തനം നമ്മൾ 1 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ യഹോവയെ സ്തുതിക്കണം, അവനെ ഭയപ്പെടണം, അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാ ഭാഗ്യവാൻ. എന്നിട്ട് അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അങ്ങനെയുള്ള സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാവും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുമെന്നാ പറയുന്നത്. അല്ലേ. ഇത് വചനമൊക്കെ ഒന്ന് വായിച്ച് പഠിച്ച് ആ ജീവിത വിശുദ്ധിയിലേക്ക് വരാം. നമുക്ക് ഈ ലോകത്തിന്റെ പാപസുഖങ്ങളെ അങ്ങ് ഉപേക്ഷിച്ച് കളയണം. ഈ ലോകത്തിന് ഒരു സുഖവും വേണ്ടെന്നേ. ഈ ലോകത്തിന് ഒരു സുഖവും വേണ്ട. ഈ ലോകത്തെ ഒരു ഇംഗിതവും വേണ്ട. ഇവിടുത്തെ ഒരു സന്തോഷവും വേണ്ട. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നീ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ ദാരിദ്ര്യത്തിൽ ദൈവം നിന്നെ കൈപിടിച്ചുയർത്തി ഐശ്വര്യവും സമ്പത്തും തരും. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിന്റെ തലമുറയെ അവൻ ഉയർത്തുക തന്നെ ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ വചനം അതാണ് പറയുന്നത്. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്ന് നമ്മൾ ഈ സദൃശവാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. സദൃശവാക്യം 19 അധ്യായം അതിന്റെ 17 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അവൻ ചെറിയ നന്മയ്ക്ക്, ഹല്ലേലൂയ സ്തോത്രം, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കുന്നു. എളിയവനോട് കൃപ കാണിക്കുന്നവൻ. സ്തോത്രം. 41 സങ്കീർത്തനം വായിച്ചു നോക്കണം. അവിടെ ഇരിക്കുന്ന എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അല്ലേ. പിന്നെ നമ്മളെന്താ, എളിയവനെ കൃപ കാണിക്കുന്നവൻ, എളിയവനെ ആദരിക്കുന്നവൻ, അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കും. അല്ലേലിയ. അങ്ങനെ അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർത്തി ദൈവം നിലനിർത്തും. അതെ, നിങ്ങൾ കർത്താവിന്റെ സന്നിധിക്ക് വരണം, വചനത്തിലേക്ക് വരണം. ഇതുകൊണ്ടാണ് ഹന്ന പ്രവചനാത്മാവിൽ ആ വചനം എഴുതി വെച്ചത്. യഹോവ ദാരിദ്ര്യം ഐശ്വര്യം നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നുവെന്ന് ഹന്ന പ്രവചനത്തിന്റെ ആത്മാവിൽ നിറച്ചെഴുതിയത്. അല്ലേലിയ. അപ്പൊ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയസിലേക്ക് നാം ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, ജോലി ചെയ്യുന്നവരായിരിക്കാം. നിങ്ങൾക്ക് അനവധി നന്മകൾ, അനവധി സമ്പത്തുകൾ ഉണ്ടായിരിക്കാം. അല്ലേലിയ. നിങ്ങൾ ഒരുപാട് സമ്പത്ത് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നാട്ടിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ നല്ല നിലയിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. എത്രമാത്രം സമ്പത്ത് നിങ്ങൾക്കുണ്ടെങ്കിലും, ഹല്ലേലൂയ,
എത്രമാത്രം ഉന്നതമായ നിലയിൽ നീ ജീവിച്ചാലും ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ അതെല്ലാം ഒരു സ്വസ്ഥതയിനകത്തുണ്ടാകത്തില്ല. ദൈവമില്ലാതെ നീ എന്തെല്ലാം ചെയ്താലും നിനക്ക് സമാധാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, എല്ലാം ദൈവത്തെ കൂട്ടി ചെയ്യണം, രക്തം ചെയ്യണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ യേശുവിനെ മുൻനിർത്തി നിന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നീ കർത്താവിനോട് കൂടെ നടക്കുകയാണെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ, എത്ര 300 വർഷമാ ദൈവത്തോട് കൂടെ നടന്നതുപോലെ നിങ്ങൾക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയണം. അല്ലേ, നീ ദൈവത്തോട് കൂടെ നടക്കുമെന്ന് നീ നിന്നെ തന്നെ ഏൽപ്പിക്കുമ്പോൾ അത് മുഖാന്തരം നിന്റെ ജീവിതത്തിന്റെ ഇരുള് മാറിപ്പോകും, നിന്റെ കുടുംബത്തിന്റെ ഇരുള് മാറിപ്പോകും. നിന്റെ മക്കളെയും ഭരിക്കുന്ന എല്ലാ ശാപങ്ങളും മാറും. നിനക്ക് നിന്റെ കുടുംബത്തിൽ നിൽക്കുന്ന സകല ആഭിചാര മന്ത്രവാദ ശക്തികളും തകർന്നടിയും. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഇന്ന് നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്റെ തലമുറയെ തകർക്കുവാൻ, നിന്റെ ബിസിനസ്സിനെ തകർക്കുവാൻ, നിന്റെ ആടുമാട് കന്നുകാലികളെ, നിന്റെ കൃഷിയെ തകർക്കുവാൻ, നിന്റെ വാഹനത്തെ നഷ്ടപ്പെടുത്തുവാൻ, ഇല്ലായ്മപ്പെടുത്തുവാൻ, നീ ചെയ്യുന്ന സാഗരത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും പല ക്ഷുദ്രപ്രയോഗങ്ങളും നിനക്ക് നേരെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലേ, അത് നീ തകരാതിരിക്കണമെങ്കിൽ നീ ദൈവത്തോട് ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ ഉയർത്തും, അവന്റെ നാമത്തെ അറിയാൻ ഞാൻ വിടിവിക്കും. അവനോട് പറ്റി അവനെ വിടിവിക്കും, അവന്റെ നാമത്തെ ഞാൻ ഉയർത്തുമാണ്. നിങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ ദൈവം നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. രക്തം ചെയ്യും. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവനെ ഈ ലോകത്തിലെ പൈശാചിക ശക്തികൾ തൊടുകയില്ല. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രശ്നേഹിത, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെ, കൊടുപ്പിൻ, ഹല്ലേലൂയ എന്നാണ് കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണുന്നത് കൊടുപ്പിൻ എന്നാണ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് കൊടുപ്പിൻ എന്നാണ്, നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 6:38 എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തിക്കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളക്കുന്നു കിട്ടും. നിങ്ങൾ കൊടുക്കുവാൻ തയ്യാറായിരിക്കണം. മറ്റുള്ളവർക്ക് കൊടുക്കും തോറും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. മറ്റുള്ളവരെ നീ സഹായിക്കും തോറും ദൈവം നിന്നെ നന്മ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് സോദാനി, നിന്റെ ദാരിദ്ര്യത്തിൽ ദൈവം എന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുക. നിന്റെ കഷ്ടതയിൽ ദൈവം എന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുക. നിന്റെ പരാജയങ്ങൾ ദൈവം എന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുക. ആമേൻ. നിന്നെ ഉയർത്തി ഉന്നതങ്ങളിൽ എത്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ ദൈവം മഹാസമ്പന്നനായ ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന ഒരു വ്യവസ്ഥ, നീ എന്റെ പ്രമാണത്തെ അനുസരിക്കണം, എന്റെ വചനം അനുസരിച്ച് ജീവിക്കണം, വിശുദ്ധി നീ ജീവിക്കണം. ഞാൻ നിന്നിലേക്ക് വന്ന് വസിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പരിശുദ്ധനായ ദൈവമാണ്, ഞാൻ വിശുദ്ധനായ ദൈവമാണ്. എനിക്ക് വസിക്കുവാൻ നിന്റെ ശരീരമാകുന്ന മന്ദിരം ആവശ്യമാണ്. ഞാൻ നിന്നിൽ വസിക്കണമെങ്കിൽ നീ വിശുദ്ധിയുള്ളവനായിരിക്കണം, വിശുദ്ധിയുള്ളവളായിരിക്കണം. എങ്കിൽ മാത്രമേ പരിശുദ്ധനായ എനിക്ക് നിന്റെ ഉള്ളിൽ വസിക്കാൻ കഴിയുള്ളൂ. ഞാൻ നിന്റെ ഉള്ളിൽ വന്ന് വസിച്ചാൽ, ഞാൻ നിന്റെ ശരീരമാകുന്ന ഉള്ളിൽ വന്ന് വസിപ്പാൻ നീ എനിക്കൊരവസരം തന്നാൽ, അല്ലേ, ഞാൻ നിന്റെ കുടുംബത്തെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അതെ, നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തെ വിശുദ്ധിയോടെ ദൈവത്തിന് ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധനായ ദൈവം നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ വന്ന് വസിച്ചുകൊണ്ട് നമ്മെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. അതുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തെ കർത്താവിന് വിശുദ്ധമായിട്ട് ഏൽപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവിന് വിശുദ്ധമായിട്ട് ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധനായവൻ നമ്മുടെ ഉള്ളിലേക്ക് വരും. പരിശുദ്ധനായവൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അവൻ മഹാസമ്പന്നനായ ദൈവമാണ്, മഹാകരുണയുള്ള ദൈവമാണ്, ഈ കാണുന്ന മുഴു ലോകത്തിന്റെയും പരമാധികാരിയാണ്. അങ്ങനെ ഒരു ദൈവം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ സമ്പന്നനായി മാറും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് നീ ആ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം, യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. നിന്റെ ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, നിന്റെ സങ്കടങ്ങൾ മാറിപ്പോകട്ടെ, നിന്റെ കണ്ണുനീര് മാറിപ്പോകട്ടെ, നിന്റെ എല്ലാ ആവരാതികളും പരാതികളും എല്ലാം മാറിപ്പോകട്ടെ. നീ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നത്തിന് നിലവിൽ നിന്നും ദൈവം നിന്നെ വിടുവിച്ചിട്ട് ഉയർത്തുവാൻ ആഗ്രഹിക്കുക. നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ നീ ഏൽപ്പിച്ചു കൊടുത്ത്, ഹല്ലേലൂയ, പരിശുദ്ധനായ ദൈവത്തിന് വസിപ്പാൻ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നിന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, രക്തം ചെയ്യും. യേശു നിന്റെ ഉള്ളിൽ വരിക മാത്രമല്ല, അതോടുകൂടി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. രക്തം ചെയ്യും.
അവിടെ ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പരിസ്ഥിതിത നമ്മൾ യശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ 33-ാം അധ്യായം, ഹല്ലേലൂയ, അതിലെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, യശയ്യാപ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും, പാറക്കോട്ടകൾ അവന്റെ അഭയസ്ഥാനമായിരിക്കും. ഹല്ലേലൂയ. അവന്റെ അപ്പം അവന് കിട്ടും. ഹല്ലേലൂയ, സ്തോത്രം. അവന് വെള്ളം മുട്ടിപ്പോകുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ രാജാവ്, നിന്റെ കണ്ണ് നിന്റെ രാജാവിനെ സൗന്ദര്യത്തോടെ ദർശിക്കും. വിശാലമായൊരു ദേശം നീ കാണും. ഹല്ലേലൂയ. പണം എണ്ണുന്നവൻ എവിടെ? തൂക്കി നോക്കുന്നവൻ എവിടെ? ഗോപുരങ്ങളിൽ എണ്ണുന്നവൻ എവിടെ? എന്നിങ്ങനെ നിന്റെ ഹൃദയം, ഹല്ലേലൂയ, ഭീതിയെ കുറിച്ച് ധ്യാനിക്കും. ഓർത്ത് നോക്കി, ആ വചനമൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയെ. ദൈവത്തെ അനുസരിക്കുന്നവർക്കും ദൈവത്തെ അനുസരിക്കാത്തവർക്കും രണ്ടും രണ്ട് നിലവാരത്തിലുള്ള അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തെ അനുസരിക്കുന്നവന് കിട്ടുന്ന സമാധാനത്തിനകത്ത് മുഴുവൻ, അനുഗ്രഹത്തിനകത്ത് മുഴുവൻ സമാധാനമായിരിക്കും. അല്ലേ? ദൈവത്തെ അനുസരിക്കുക പ്രമാണമില്ലാത്തവൻ എന്നും കണ്ണുനീരായിരിക്കും കേട്ടോ. അവനെന്നും നഷ്ടമായിരിക്കും. വചനമനുസരിക്കാത്തവന്റെ ജീവിതത്തിലെല്ലാം നഷ്ടമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല, മനുഷ്യന്റെ മുമ്പിൽ വേഷം കെട്ടുവാൻ വേണ്ടിയിട്ടുള്ളതല്ല വിശ്വാസ ജീവിതം. അബ്രഹാമിനെ പോലെ വില കൊടുക്കുവാൻ തയ്യാറാണ്. ആദിമസഭയെ പോലെ അപ്പോസ്തലന്മാരെ പോലെ വില കൊടുക്കുന്നതായിരിക്കണം. വായിച്ച വചനത്തിലേക്ക് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. വായിച്ച വചനം 1 ശമൂവേൽ 2-ാം അധ്യായം 7-ാം വാക്യം: യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആ പുസ്തകം 1 ശമൂവേൽ 2-ാം അധ്യായം വളരെ ധ്യാനത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങൾ വായിച്ചാൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. ശക്തമായ പ്രവചന ദൂതുകളും പ്രവചന വാക്യങ്ങളും ഹന്ന പ്രാർത്ഥനയുടെ ആത്മാവിൽ എഴുതിയിരിക്കുന്നതുമാണ്. അത് ഇന്നത്തെ സഭയുള്ള ദൂതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടെന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിൽ ക്രിസ്തു നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ പകൽ നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കാമോ? യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കാമോ? യേശുവിന് നിന്റെ ജീവിതത്തെ കൊടുക്കാമോ? നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ വിശുദ്ധിയോടെ ദൈവത്തിന് കൊടുക്കാമോ? കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ, പ്രമാണം അനുസരിപ്പാൻ, അവനെ രക്ഷകനായി സ്വീകരിക്കുവാൻ നിന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ സകല വേദനകളും ദുഃഖങ്ങളും മാറ്റി നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾ അറിയിക്കുന്നു. കർത്താവ് നിന്റെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുവാൻ, ഐശ്വര്യമായിട്ട് നീ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അതെ, അങ്ങനെ അനുഗ്രഹം, അങ്ങനെ ഒരു ഐശ്വര്യത്തിന്റെ അനുഭവം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ യേശു വേണ്ടി കൊടുത്തിട്ട് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊടുക്കുന്ന സകല ജനത്തെയും ശൈശവത്തിലും ബാല്യത്തിലും കൗമാരും യുവനത്തിലും വാർത്തയ്ക്കും രാൽപ്പെടുത്ത സമയാച്ച് ഓർഫണ ചോട്ടും ജൂവി തടവറയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജകുമാർ, രാജ്കുമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലകളെ ഭരിക്കുന്നവരെ എവിടെ ആയിരിക്കും ജനത്തെയും കരസേന, വ്യോമസേന, നാവികസേന അതിർത്തികൾ കാക്കുന്നവരെ, ക്രമസമാധാന പാലക, നിയമനിർമ്മാണ രംഗം, രഹസ്യാന്വേഷണ, ജുഡീഷ്യറിയുടെ എല്ലാ വിഭാഗങ്ങളെയും എല്ലാവരെയും ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. കരയിലും കടലിലും ആകാശമാർക്കും വാഹനം ഓടിക്കുന്ന വാഹന നിർമ്മിതാക്കൾ, മെക്കാനിക്കൽ രംഗത്ത്, മോട്ടോർ രംഗത്തായിരിക്കുന്ന എല്ലാ മേഖലയിലും അയക്കുന്നവരി, സമുദ്രത്തിനാടുകളിൽ ജോലിയും സമുദ്രത്തിൽ ജോലിയും കടലോര വാസികൾ, മത്സ്യബന്ധത്തിനകപ്പെട്ടിരിക്കുന്നവർ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിയുടെ കർഷക രംഗത്ത്, മെക്കാനിക്കൽ രംഗത്തായിരിക്കുന്നവർ, ട്രേഡിംഗ് രംഗത്ത് വഴിയിരിക്കുന്നവർക്ക്, ക്ഷീരമേഖലയിൽ, കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഭാഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, കർത്താവിയ സ്തോത്രം, എല്ലാ കർഷകർ ആയിരിക്കുന്ന എല്ലാ മേഖലയിലും ദൈവത്തിന്റെ പ്രവൃത്തി, മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടന, ചരിത്രമാധ്യ, മീഡിയ രംഗങ്ങൾ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, എല്ലാ മേഖലയിലും കർത്താവിന്റെ കരം കൂടിയിരിക്കണമേ. കർത്താവ് ഇന്ന് പകൽ ജനത്തിന് ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തിയാട്ട് ദേശത്ത് വിദേശത്ത് രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, മടലാരണ്യത്തിൽ കഷ്ടപ്പെടുന്നവർ, രാപകലില്ലാതെ കഷ്ടം അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന രോഗികളായി കിടക്കുന്നവർ, ശാപത്തിൽ കിടക്കുന്നവർ, പാപത്തിൽ വീട് കിടക്കുന്നവർ, കർത്താവ് എല്ലാ മേഖലയുമായി ജനം മടങ്ങി വന്ന് യേശുവിന്റെ ഹൃദയം കൊടുത്ത് കർത്താവിൽ നാം അനുഗ്രഹം, ഐശ്വര്യമായ അനുഗ്രഹം പ്രാപിച്ച് സമാധാനത്തോടുകൂടി ഭൂമിയിലായിരിക്കാൻ ജനത്തെ ഒരുക്കണമേ. തലമുറകളെ പാപത്തിന് വിടിവിക്കണമേ, ശാപത്തിന് വിടിവിക്കണം. ഈ ലോകത്തിന് വിരക്കുത്വം വിടിവിക്കണമേ. സകലത്തിന്മേൽ നീതി വെളിപ്പെടുത്തിയ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.